ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് ദുബായിൽ ആർക്കൊക്കെ പ്രോപ്പർട്ടി മേടിക്കാം എന്നുള്ളൊരു കാര്യമാണ്. ദുബായിൽ ഒരു വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് മേടിക്കാം. ദുബായിൽ 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ സുഹിത്ത് കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ദുബായ് ഫ്രെയിമിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ദേറ കരാമ എന്നൊക്കെ പറയുന്ന ഓൾഡ് ദുബായ് ആ ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ നമുക്ക് പ്രോപ്പർട്ടീസ് മേടിക്കാൻ പറ്റില്ല. അവർക്ക് ലീസിന് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് GCC കൺട്രിയിലെ ആളുകൾക്ക് മാത്രമാണ് ആ ഒരു ഏരിയയിൽ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റുള്ളൂ. ദുബായ് ഫ്രെയിമിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂ ദുബായ് എന്നൊക്കെ പറയുന്ന ഏരിയ, ബിസിനസ് ബേ, JVC അങ്ങനെയുള്ള ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് പറ്റും. പ്രോപ്പർട്ടി മേടിക്കാൻ വാലിഡായ ഒരു പാസ്പോർട്ടും അത് മേടിക്കാൻ പറ്റിയ സാമ്പത്തികവും ഫണ്ടും മതി നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് മാത്രം മതിയായിരുന്നു ആദ്യകാലങ്ങളിലെല്ലാം. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ആ മണിയും കുറച്ച് ലീഗലൈസ്ഡ് ആയിട്ടുള്ള മണി മാത്രം ചെയ്യണം. കാരണം എങ്ങനെയും എവിടെയും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഡബ് ചെയ്യാം എന്നുള്ള ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ദുബായ് ഈസ് ദ സേഫസ്റ്റ് പ്ലേസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ സേഫസ്റ്റ് പ്ലേസ് ഫോർ ഡംപ് യുവർ ബ്ലാക്ക് മണി. സോ പല ആളുകളും ആ ഒരു രീതിയിലേക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിനെ ചെയ്തിരുന്നു. 2024 വരെ അത് ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ 2024 വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ദുബായ് ഗവൺമെൻറ് തന്നെ ദുബായിൽ പ്രോപ്പർട്ടി മേടിക്കുന്ന ആളുകളുടെ ഡാറ്റാസ് അതാത് രാജ്യങ്ങൾക്ക് കൈമാറുന്നുണ്ട്. അവർക്കെല്ലാം ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് കിട്ടി തുടങ്ങുന്നുണ്ട്.